ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളം കേരളം പാഠാവലി ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കിവിടെ ചോദ്യങ്ങൾ നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. 5ാം ക്ലാസ്സിൻ്റെ മറ്റു സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. അത് കാണേണ്ടവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് 5 നോക്കിയാൽ കാണാവുന്നതാണ്. സോ നമുക്കിവിടെ ചോദ്യങ്ങൾ നോക്കാം. നിങ്ങളുടെ പ്രവർത്തനം 1, ഇവിടെ നിങ്ങൾക്ക് പുറത്ത് നിന്നുള്ള ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ഈ കവിത വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. താഴെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ കവിതയിലാണുള്ളത്. സോ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കി വായിക്കണം. കവിത വായിച്ചു നോക്കാം. പോകൂ വിളങ്ങൂ മണ്ണിലും വിണ്ണിലും പൊൻതരിവെട്ടമായി മിന്നിത്തെളിഞ്ഞു വന്നെത്തും മിന്നാമിനുങ്ങേ, വെളിച്ചം ചുരത്തുവാൻ സന്നാഹമത്രമേൽ കേമം, ചുറ്റുമിരുട്ടു വിളംബരം ചെയ്യുവാൻ മൂങ്ങകൾ മൂളിയിരിക്കെ പാളിപ്പതിയെ തുറന്നു ഞാനീ കിളി, വാതിലിൽ വന്നിരിക്കുമ്പോൾ സ്വപ്നം ചിറകു വിരിച്ചണയും പോലെ കെട്ടിപ്പിടിക്കുവാൻ വന്നു, എന്തു വെളിച്ചമാണയ്യാ പിടിച്ചൊരു കണ്ണാടിക്കുപ്പിയിലിട്ടാൽ, എന്നും ഇവിടെ വിളക്കായിരുത്തുവാൻ നന്നെന്നു തോന്നി, എന്നാലും എന്തിനീ വെട്ടമെനിക്കു മാത്രം, പോകയെല്ലായിടത്തും തെളിയൂ പോകുമിടങ്ങളിലെല്ലാം ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ. സ്നേഹകനി UK രാഘവനാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. കവിത ഒരു മിന്നാമിനുങ്ങിനെ കുറിച്ചാണ്. മിന്നാമിനുങ്ങാണ് എപ്പോഴും മിന്നാമിനുങ്ങിൻ്റെ മേലെ നല്ലൊരു വെട്ടമുണ്ടാവും അല്ലേ? സോ ഒരു മിന്നാമിനുങ്ങിനെ കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. ചോദ്യം 1, പൊൻതരി വെട്ടവുമായി എത്തുന്നത് ആരാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നക്ഷത്രം, അമ്പിളിമാമൻ, മിന്നാമിനുങ്ങ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടില്ല. ഈ കവിതയിൽ തന്നെയുണ്ട്. ആദ്യത്തെ വരി, അതായത് 3ാമത്തെ വരി വായിച്ചു നോക്കിക്കേ. പൊൻതരി വെട്ടമായി മിന്നിത്തെളിഞ്ഞു വന്നെത്തും മിന്നാമിനുങ്ങേ. ആരാണ് വന്നെത്തുന്നത്? മിന്നാമിനുങ്ങാണ്. സോ കറക്റ്റ് ആൻസർ മിന്നാമിനുങ്ങ്. ചോദ്യം 2, ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂളുന്നതാരാണ്? ചോദ്യത്തിലുള്ള ഏതെങ്കിലും വാക്കുകൾ നമ്മുടെ കവിതയിൽ എവിടെയാണ് വരുന്നത് നോക്കുക. ആ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ ഉത്തരം ഉണ്ടാവുക. ഇവിടെ നമുക്ക് കവിതയിൽ 5ാമത്തെ വരിയിൽ കാണാം, ചുറ്റുമിരുട്ടു വിളംബരം ചെയ്യുവാൻ മൂങ്ങകൾ മൂളിയിരിക്കെ. ആരാണ് വിളംബരം ചെയ്യുന്നത്? മൂങ്ങകൾ. ഇവിടെ ഓപ്ഷൻസിൽ മൂങ്ങ എന്ന് തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ മൂങ്ങയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും നിങ്ങൾ പുറത്ത് നിന്ന് ചിന്തിച്ച് എഴുതേണ്ടതല്ല, നിങ്ങൾക്ക് പാഠഭാഗത്തുള്ളതുമല്ല. ഇത് നിങ്ങൾക്ക് പുറത്ത് നിന്ന് വരുന്നതാണ്. നിങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനം ഇങ്ങനെ പുറത്ത് നിന്ന് ഒരു കവിതയോ കഥയോ തന്ന് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കഥയോ കവിതയോ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ആ ചോദ്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ തന്നെ ഉണ്ടാവും. ഇനി 3ാമത്തെ ചോദ്യം നോക്കിക്കേ. മിന്നാമിനുങ്ങിനെ എന്ത് ചെയ്യണം എന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്? ഓപ്ഷൻസ്: മുറിയിൽ അടച്ചിടണം, കണ്ണാടി കുപ്പിയിലിടണം, കയ്യിൽ പിടിക്കണം. നമ്മുടെ കവിതയിലെ 11ാമത്തെ വരി ശ്രദ്ധിച്ചേ. എന്തു വെളിച്ചമാണയ്യാ പിടിച്ചൊരു കണ്ണാടി കുപ്പിയിലിട്ടാൽ. സോ നമ്മുടെ മിന്നാമിനുങ്ങിനെ കണ്ണാടിക്കുപ്പിയിൽ ഇടാനാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. കറക്റ്റ് ആൻസർ കണ്ണാടിക്കുപ്പിയിൽ ഇടണം. 4ാമത്തെ ചോദ്യം, ചിറകു വിരിച്ചണയുന്നത് എന്താണ്? നിങ്ങൾക്ക് തന്നിട്ടുള്ള കവിതയിലെ 8ാമത്തെ വരിയിലുണ്ട്. എന്താണ്? വാതിലിൽ വന്നിരിക്കുമ്പോൾ സ്വപ്നം ചിറകു വിരിച്ചണയും പോലെ കെട്ടിപ്പിടിക്കുവാൻ വന്നു. സോ ഇവിടെ സ്വപ്നമാണ് വന്നത്. ഉത്തരം സ്വപ്നം. ഇനി 5ാമത്തെ ചോദ്യം, മിന്നാമിനുങ്ങിനോട് എന്ത് ചെയ്യാനാണ് കുട്ടി ആശംസിക്കുന്നത്? ഓപ്ഷൻസ്: മിന്നി മിന്നി നടക്കൂ, ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ, ഒരിടത്ത് മാത്രം വെളിച്ചം പരത്തൂ. ഇതിൻ്റെ ഉത്തരം ഇരുളിനെ കീറി മുറിച്ചു രസിക്കൂ എന്നാണ്. ഇത് നിങ്ങളുടെ കവിതയിലെ അവസാനത്തെ വരിയിലുണ്ട്. സോ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു കവിത തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കണം എന്നില്ല. വേറെ പുറത്ത് നിന്നുള്ള കവിതയോ കഥയോ ആണ് ചോദിക്കുക. സോ നിങ്ങൾ നല്ലോണം വായിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. പ്രവർത്തനം 2, യാത്രാവിവരം. യാത്രാവിവരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾ വിവരിച്ച് എഴുതുന്ന കുറിപ്പാണ് യാത്രാവിവരണം.
ഇവിടെ മനസ്സിനെ കുളിരണിയിക്കുന്ന പ്രകൃതി ഭംഗിയുമായി എന്നെ ഏറെ മോഹിപ്പിച്ച ഇടം ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് മനോഹരിയായ മൂന്നാറിൻ്റെ ചിത്രമാണ്. അവിടുത്തെ കുളിരും കോടയും മഞ്ഞിൽ പൊതിഞ്ഞ പ്രഭാതവും എല്ലാം തന്നെ എന്നെ ഏറെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും പോയ മൂന്നാർ യാത്രയ്ക്ക് ശേഷം 5ാം ക്ലാസ്സിലെ ദേവിക എഴുതിയ യാത്രാവിവരണത്തിൻ്റെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. പ്രകൃതി ഭംഗി കളിയാടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നടത്തിയിട്ടുള്ള യാത്രയെക്കുറിച്ച് ഒരു യാത്രാവിവരണം തയ്യാറാക്കുക. സോ നിങ്ങൾക്ക് ഏതൊരു യാത്രയെക്കുറിച്ചും നിങ്ങൾക്ക് കുറിപ്പ് തയ്യാറാക്കുന്നതാണ്. പക്ഷേ പ്രകൃതി രമണീയമായിട്ട് നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ വിവരിച്ച് കൊണ്ടുള്ള ഒരു കുറിപ്പായിരിക്കണം. നമുക്കിവിടെ ഒരു യാത്രാ വിവരണം എഴുതി നോക്കാം. ഒരു തലക്കെട്ട് നിങ്ങൾ കൊടുക്കണം. ഊട്ടിയിലേക്ക് ഒരു യാത്ര. ഞാൻ ഊട്ടിയിൽ പോയതിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ വേനലവധിക്ക് ഞാനും അമ്മയും അച്ഛനും ചേർന്ന് ഊട്ടിയിലേക്ക് ഒരു യാത്ര പോയി. ആ ട്രിപ്പ് എനിക്ക് വളരെ സന്തോഷം നൽകി. ഊട്ടിയിൽ എപ്പോഴും തണുപ്പായിരുന്നു. ഉയർന്ന പർവ്വതങ്ങൾ, തണുത്ത കാറ്റ്, ചായത്തോട്ടങ്ങൾ എല്ലാം മനോഹരമായിരുന്നു. പ്രകൃതി മുഴുവനും മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു. ഞങ്ങൾ ബോട്ടിംഗ്, ഫോട്ടോ എടുക്കൽ തുടങ്ങിയവയും ചെയ്തു. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന വലിയ പൂന്തോട്ടം കാണാൻ പോയത് എൻ്റെ ഇഷ്ടമായ അനുഭവമായി. അവിടെയുള്ള പല നിറങ്ങളിലുള്ള പൂക്കൾ കണ്ണിന് കുളിർമ നൽകി. അവിടെ നിന്ന് ഞങ്ങൾ ചായയും ഉഴുന്നുവടയും വാങ്ങി കഴിച്ചു. ഊട്ടി യാത്ര എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായി. നിങ്ങളും ഒരു യാത്രാ വിവരണം തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തെക്കുറിച്ച്, അവിടുത്തെ നിങ്ങൾ കണ്ട കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്കൊരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. പ്രവർത്തനം 3, കത്ത് തയ്യാറാക്കുക. ഇവിടെ നിങ്ങൾക്കൊരു കത്താണ് എഴുതാനുള്ളത്. വെള്ളിതിൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചിലപ്പോൾ വെറുക്കുകയും ചെയ്യുന്ന മഴയോട് നിങ്ങൾക്കൊരു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് മഴയ്ക്കൊരു കത്ത് തയ്യാറാക്കുക. സോ നമ്മൾ ഇവിടെ കത്ത് എഴുതേണ്ടത് ആർക്കാണ്? മഴക്കാണ് ഇവിടെ നമ്മൾ കത്ത് എഴുതേണ്ടത്. കത്ത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ ഡേറ്റും ദിവസവും നിങ്ങൾ എഴുതിയിരിക്കണം. അത് വലത്തെ സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ കത്ത് എഴുതുന്ന ദിവസത്തെ ഡേറ്റും ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. പിന്നെ നിങ്ങളൊരു കത്ത് തുടങ്ങേണ്ടത് പ്രിയപ്പെട്ട, ആരുടെ പേരാണോ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ നിങ്ങൾ കത്ത് എഴുതുന്നത് അവരുടെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഇനി തുടക്കത്തിൽ എന്താണ് കത്തിൻ്റെ തുടക്കത്തിൽ എഴുതേണ്ടത്? എന്താണ്, നിനക്ക് സുഖമാണോ, എന്തൊക്കെയാണ്, നീ എവിടെയാണ്, അങ്ങനത്തെ വിശേഷങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സുഖാന്വേഷണങ്ങൾ അതൊക്കെ ചോദിച്ചു കൊണ്ടായിരിക്കണം നിങ്ങളുടെ കത്ത് തുടങ്ങേണ്ടത്. എന്നിട്ട് ഇത്രയും നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അടുത്തത് ആയിട്ടാണ് നിങ്ങൾ എന്തിനാണ് നമ്മൾ ഒരാവശ്യം ഉണ്ടാവില്ലേ കത്ത് എഴുതുന്നത്, ആ ഒരു ആവശ്യം, ആ ഒരു ഉള്ളടക്കം എന്നിട്ടാണ് എഴുതേണ്ടത്. എന്നിട്ട് കത്തിൻ്റെ അവസാനത്തിൽ നീ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറഞ്ഞത് നീ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ എൻ്റെ കത്ത് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വരികൾ ഇവിടെ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു അവസാനിപ്പിക്കണം. എന്നിട്ട് ലാസ്റ്റ് വലത്തെ സൈഡിൽ എന്ന് സ്നേഹത്തോടെ ആരാണോ എഴുതുന്നത് അവരുടെ പേരും നിങ്ങൾ എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ നമുക്ക് ഇവിടെ നമ്മളോട് മഴയ്ക്കൊരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് എഴുതി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഡേറ്റ് എഴുതി 8/11/2025 തിങ്കളാണ്. എന്നിട്ട് പ്രിയമഴേ, നിനക്ക് സുഖമാണോ? നീ എവിടെയാണ്? എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു, നിന്നെ കാണാൻ കൊതിയാവുന്നു. ഇത്രയും കാര്യങ്ങൾ, ഇതെന്താണ്, സുഖമാണോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യത്തെ വരികൾ ഇങ്ങനെയൊക്കെ എഴുതി. ഇനി നമ്മുടെ കാര്യം പറയാം. ഭൂമി വരണ്ടിരിക്കുന്നു, മരങ്ങൾ ഉണങ്ങിയിരിക്കുന്നു, നീ വരുമ്പോൾ കുളിരുള്ള കാറ്റും തണുപ്പും കൂട്ടിക്കൊണ്ട് വരണം. ഞങ്ങൾക്ക് തണുപ്പും മണ്ണിന് ജലവും നൽകുന്നത് നീയാണല്ലോ. ഇവിടെ നല്ല ചൂടാണ്, സഹിക്കാൻ കഴിയുന്നില്ല. പാടങ്ങളും ചെടികളും നിന്നെ കാത്തിരിക്കുന്നു. നീ വരുമ്പോൾ ഞങ്ങൾ തുള്ളിക്കളിക്കും, സന്തോഷിക്കും.
വൈകാതെ വരണം. നീ എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കത്ത് ഇവിടെ ചുരുക്കി. ഇനി എന്ന് സ്നേഹത്തോടെ നമ്മുടെ പേരും എഴുതുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കത്തിൽ വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കത്തിൻ്റെ ഒരു എഴുതുന്ന രൂപം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതൊരു കത്ത് ചോദിച്ചാലും ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് പ്രവർത്തനം 4 നോക്കാം. അതിനു മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. പ്രവർത്തനം 4 ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ജീവചരിത്രക്കുറിപ്പ് എന്നാൽ എന്താണ്? നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എഴുതുന്ന ഒരു കുറിപ്പാണ് ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത്. അതിൽ മരണം, ജനനം, അയാൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അയാൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, അങ്ങനെ എന്തൊക്കെയാണോ അയാളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും സംഭവിച്ചത് അതൊക്കെ ഉൾപ്പെടുത്തി എഴുതുന്ന ഒരു കുറിപ്പിനാണ് നമ്മൾ ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബാലാമണി അമ്മയുടെ ജീവചരിത്രക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. തന്നിരിക്കുന്ന വിവരങ്ങളോടൊപ്പം അധിക വിവരങ്ങളും കൂടെ ചേർക്കുക. ഇവിടെ താഴെ നിങ്ങൾക്ക് ബാലാമണി അമ്മയുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനോട് കൂടി കുറച്ച് പോയിന്റ്സും കൂടി നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങളോട് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്ക് ബാലാമണി അമ്മയെക്കുറിച്ച് തന്ന വിവരങ്ങൾ. മകൾ കമല സുരയ്യ, പുരസ്കാരങ്ങൾ പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, ആശാൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. സോ നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തണം. ഇനി ജനനം തന്നിട്ടുണ്ട് 1909 ജൂലൈ 19, മരണം 2004 സെപ്റ്റംബർ 29. നമ്മൾ ജീവചരിത്രക്കുറിപ്പിൻ്റെ ആദ്യത്തിലാണ് ജനനം എഴുതേണ്ടത്, അവസാനത്തിലാണ് മരണം എഴുതേണ്ടത്. ഇനി ഇവിടെ കൃതികൾ തന്നിട്ടുണ്ട്. മാതൃഹൃദയം, വെയിലാറുമ്പോൾ, കുടുംബിനി, നഗരത്തിൽ, നിവേദ്യം, അമൃതം ഗമയ ഒക്കെ ഉൾപ്പെടുത്തി കുറച്ച് പോയിന്റ്സ് കൂടി നിങ്ങൾ സ്വന്തമായിട്ട് കൂട്ടിച്ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു തലക്കെട്ട് കൊടുക്കണം. ആരുടെ ജീവചരിത്രക്കുറിപ്പാണോ നമ്മൾ തയ്യാറാക്കുന്നത് അവരുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. സോ നിങ്ങൾ തലക്കെട്ടായിട്ട് വലുതാക്കി ഇവിടെ ബാലാമണി അമ്മ എന്ന് എഴുതുക. തുടക്കത്തിലാണ് നമ്മൾ ജനനം കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ജനിച്ച സ്ഥലം, വർഷം, ജില്ല, അങ്ങനത്തെ കാര്യങ്ങൾ, മക്കൾ, മാതാപിതാക്കൾ അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയെങ്കിൽ അതൊക്കെ തുടക്കത്തിലുള്ള പാരഗ്രാഫിലാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ വരി നമ്മൾ നല്ല രീതിയിൽ തുടങ്ങണം. ഇവിടെ മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്ന എൻ ബാലാമണി അമ്മ എന്നാണ് തുടങ്ങിയത്. നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ പ്രശസ്ത കവയിത്രി, ഇനി കവിയാണെങ്കിൽ പ്രശസ്ത കവി അല്ലെങ്കിൽ പ്രശസ്ത കഥാകൃത്ത്, മഹാനായ കവി, മഹാനായ കഥാകൃത്ത്, അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിട്ടാണ് നിങ്ങൾ എഴുതാൻ തുടങ്ങേണ്ടത്. സോ ആദ്യം തന്നെ നിങ്ങൾ മഹാനായ കവി ജനിച്ചത് അല്ലെങ്കിൽ മഹാകവി കുമാരനാശാൻ ജനിച്ചത്, അങ്ങനെയാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. എന്നിട്ട് ഇക്കാര്യങ്ങൾ എഴുതിയിട്ട് അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറഞ്ഞാൽ അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇനി കൃതികൾ എഴുതുക. പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളും നിങ്ങൾ അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. പിന്നെ അടുത്ത പാരഗ്രാഫ്, മൂന്നാമത്തെ പാരഗ്രാഫായിട്ട്, മൂന്നാമത്തെ ഖണ്ഡികയായിട്ട് നമുക്ക് അറിയാവുന്ന, അതായത് ഇതിൽ തന്നിട്ടല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഇപ്പം ബാലാമണി അമ്മയുടെ വേറെ ഏതെങ്കിലും പുസ്തകങ്ങൾ, കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള നമ്മളുടെ അഭിപ്രായവും അതിനെക്കുറിച്ച് എന്തെങ്കിലും 2 വരി നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് തന്നിട്ടുള്ള സൂചനകളിൽ നിന്നല്ലാതെ പുറത്ത് നിന്ന് നമ്മൾ എഴുതണം. അതായത് നിങ്ങൾക്ക് ആരുടെ ജീവചരിത്രക്കുറിപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക നിങ്ങളുടെ പാഠഭാഗം എഴുതിയിട്ടുള്ള വ്യക്തികളുടേതായിരിക്കും. നിങ്ങളുടെ ഓരോ പാഠഭാഗവും അതിൻ്റെ പേരും അത് ആരാണോ എഴുതിയതെന്നും നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ഇവിടെ ബാലാമണി അമ്മ എഴുതിയ നിങ്ങളുടെ പാഠഭാഗമാണ് ഉണ്ണിയുടെ വിമാനയാത്ര എന്ന് പറഞ്ഞ കവിത. സോ നിങ്ങളിനി അടുത്ത മൂന്നാമത്തെ പാരഗ്രാഫ് ആക്കിയിട്ട് നിങ്ങൾ അതാണ് എഴുതേണ്ടത്. നമുക്കിവിടെ ഉണ്ണിയുടെ വിമാനയാത്രയെ കുറിച്ച് എന്തെങ്കിലും 2 വരി എഴുതാം. കാരണം അതിനെക്കുറിച്ച് നമുക്കറിയല്ലോ, നമ്മുടെ പാഠഭാഗമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കറിയാം. സോ നമുക്ക് അതിനെക്കുറിച്ച് എഴുതണം. പിന്നെ അവസാനമായിട്ട് മരിച്ചതാണ് എഴുതേണ്ടത്.
അതും നല്ലൊരു ഭാഷാ രീതി ഉപയോഗിച്ചിട്ട് എഴുതുക. ഇവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് എന്ത് എഴുതാം, അന്തരിച്ചു എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ബാലാമണി അമ്മയുടെ ജീവചരിത്രക്കുറിപ്പൊന്ന് തയ്യാറാക്കി നോക്കാം. തലക്കെട്ട് കൊടുത്തു. പേരാണ്, ആരുടെ ജീവചരിത്രക്കുറിപ്പാണോ എഴുതുന്നത് അവരുടെ പേരാണ് തലക്കെട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ബാലാമണി അമ്മ എന്ന് കൊടുത്തു. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെട്ട എൻ ബാലാമണി അമ്മ 1909 ജൂലൈ 19 തൃശ്ശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. മകൾ കമല സുരയ്യ. ഇനി അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ടാണ്. കുടുംബിനി വെയിലാറുമ്പോൾ നഗരത്തിൽ അമൃതം ഗമയ നിവേദ്യം മാതൃഹൃദയം എന്നിവയാണ് പ്രധാന കൃതികൾ. പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, ആശാൻ പുരസ്കാരം എന്നിവയാണ് പ്രധാന പുരസ്കാരങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. സോ ഇത് നമുക്ക് സൂചനകളിൽ തന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് നമുക്ക് സൂചനകളിൽ തരാത്ത പുറത്ത് നിന്ന് നമുക്ക് ഏതെങ്കിലും നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം, ഭാഷാ രീതിയെക്കുറിച്ച് എഴുതാം. അങ്ങനെ പുറത്ത് നിന്നുമുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റാണ് ഇവിടെ എഴുതേണ്ടത്. ഞാനിവിടെ ബാലാമണി അമ്മയുടെ ബാലഹൃദയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത കൊച്ചു കവിതയാണ് ഉണ്ണിയുടെ വിമാനയാത്ര. ഈ കവിതയിൽ ഉണ്ണി എന്ന കുട്ടിയുടെ വിമാനയാത്രാ അനുഭവങ്ങൾ ആണ് പങ്കുവെക്കുന്നത്. ലളിതമായ ഭാഷാ രീതിയാണ് ബാലാമണി അമ്മ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് ലാസ്റ്റ് പാരഗ്രാഫ് ആക്കിയിട്ട് നമുക്ക് മരിച്ചത് എഴുതാം. 2004 സെപ്റ്റംബർ 29 ബാലാമണി അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജീവചരിത്രക്കുറിപ്പ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സിമ്പിളാണ്, നിങ്ങൾക്ക് സൂചനകൾ തരും. അത് നിങ്ങളൊന്ന് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയാൽ മതി. പിന്നെ എക്സ്ട്രാ ചില പോയിന്റ്സ് കൂടി ആഡ് ഓൺ ചെയ്യണം, എങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. തലക്കെട്ട് കൊടുക്കാൻ മറക്കരുതേ. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്ത കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്തു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എല്ലാ എക്സാമിനും നിങ്ങൾക്കൊരു ആസ്വാദനക്കുറിപ്പ് പുറത്ത് നിന്ന് കവിത തന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കവിതയുടെ വരികൾ തന്നിട്ടോ ഒരു ആസ്വാദനക്കുറിപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. കവിത വായിക്കാം. കാട്ടിൽ പോകാനുണ്ടോ, പോയാൽ പാട്ടും കേട്ട് നടക്കാം. മാനുകൾ മയിലുകൾ ഓടും വഴികൾ കാണാനായി പോകാം. ഇലകൾ മൂടിയ വഴികൾ നിറയെ ഓർമ്മ മണക്കും ഇലകൾ. വഴി അറിയാതെ നടക്കും നമ്മൾ കണ്ടിട്ടില്ലി വഴികൾ. എ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയതാണ് ഈ കവിത. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ആസ്വാദനക്കുറിപ്പിന് ഒരു തലക്കെട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ വരിയിൽ നമ്മൾ പറഞ്ഞിരുന്നു മറ്റുള്ളതൊക്കെ എഴുതും പോലെ പ്രശസ്ത കവി അല്ലെങ്കിൽ മഹാകവി എ ജയകൃഷ്ണൻ എഴുതിയ മനോഹരമായ കവിതയാണ്. എന്നിട്ട് കവിതയുടെ തലക്കെട്ടുണ്ടെങ്കിൽ തലക്കെട്ടും പറയാം. ഇവിടെ തലക്കെട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എഴുതേണ്ടതില്ല. മഹാനായ കവി എ ജയകൃഷ്ണൻ എഴുതിയ മനോഹരമായ കവിതയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ കവിതയിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടുള്ള ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ എന്ത് സന്ദേശമാണ് പറയുന്നത്, ഇതിൽ എന്താണ് പറയുന്നതെന്ന് എഴുതണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി, അത് ഇഷ്ടപ്പെടാനുള്ള കാരണം, പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഒരു കവിത കാടിനെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും ജീവജാലങ്ങളെ കുറിച്ചൊക്കെ ഉള്ളതാണ്. സോ ഞാൻ ഈ ഒരു ആസ്വാദനക്കുറിപ്പിൻ്റെ തലക്കെട്ട് പ്രകൃതിയും മനുഷ്യനും എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സാമിന് ചോദിക്കുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു തലക്കെട്ട് നിർബന്ധമായിട്ടും കൊടുക്കുക. പ്രശസ്തനായ കവി എ ജയകൃഷ്ണൻ എഴുതിയ മനോഹരമായ കവിതയാണ് ഇത്. നിങ്ങൾ ഏതൊരു ആസ്വാദനക്കുറിപ്പ് തുടങ്ങുമ്പോഴും ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. കവിതയും ആളെ എഴുതിയ പേരും നിങ്ങൾ മാറ്റിക്കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആശയമാണ്, ഇതിൽ എന്താണ് പറയുന്നതെന്നാണ് ഇനി അടുത്തതായിട്ട് പറയേണ്ടത്. ഈ കവിതയിൽ കവി പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ്. കവി മനുഷ്യനെയും ജീവജാലങ്ങളോടും കാട്ടിനോടും അടുപ്പിക്കുന്നു. ജീവജാലങ്ങളുടെ ശബ്ദങ്ങൾ, കാടിൻ്റെ ഇലകളുടെ മനോഹാരിത, പച്ചപ്പിൻ്റെ മണം ഇവയെല്ലാം കവി ഓർമ്മിപ്പിക്കുന്നു. കാട്ടിൽ പോയി പാട്ട് കേട്ട് നടക്കാനും മാനുകളും മയിലുകളും
ഓടിക്കളിക്കുന്ന വഴി കാണാനും കവി നമ്മെ ക്ഷണിക്കുന്നു. കവി ഇത്രയുമാണ് ഇതിലൊരു ആശയം എഴുതിയിട്ടുള്ളത്. ഇനി കവി വളരെ മനോഹരമായ രീതിയിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം വിവരിക്കുന്നു. ഇതിവിടെ എഴുതിയത് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു കവിത വായിച്ചപ്പോൾ മനസ്സിലായത്, ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് കേട്ടോ. ഇവിടുത്തെ ഈ പാരഗ്രാഫിൽ എഴുതേണ്ടത് മനുഷ്യനെ കാടിനോട് അടുപ്പിക്കാനാണ് കവി ശ്രമിക്കുന്നത്. ഇനി ഇഷ്ടപ്പെട്ട വരി എഴുതുക. ഈ കവിതയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വരി മാനും മയിലും ഓടും വഴി കാണാൻ പോകാം എന്നാണ്. ഈ വരി വായിക്കുമ്പോൾ ജീവജാലങ്ങളുടെ മനോഹരമായ ചിത്രം മനസ്സിൽ വരുന്നു. ചുറ്റുപാടുകളെ മനസ്സിലാക്കി ജീവജാലങ്ങളെ സ്നേഹിക്കണം, സംരക്ഷിക്കണം എന്ന ആശയമാണ് കവി പങ്കുവെക്കുന്നത്. വളരെ ലളിതവും മനോഹരവുമായ ഭാഷാ രീതിയാണ് കവി ഉപയോഗിച്ചിട്ടുള്ളത്. സോ നിങ്ങളൊരു ഭാഷയെക്കുറിച്ചും നിങ്ങൾ ആസ്വാദനക്കുറിപ്പിൽ എഴുതുക. നിങ്ങൾക്ക് ഈ ഒരു വരിയും എല്ലാ ആസ്വാദനക്കുറിപ്പിലും എഴുതാൻ പറ്റിയതാണ്. നിങ്ങൾക്ക് എഴുതാം. നല്ല മനോഹരമായ കവിതയാണിത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷാ രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ എഴുത്തിനെ പറ്റി, ഭാഷയെ പറ്റി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആസ്വാദനക്കുറിപ്പ് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ വേറെയും സബ്ജക്റ്റുകൾ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് കാണേണ്ടവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് 5 നോക്കിയാൽ കാണാവുന്നതാണ്. അടുത്തത് ഏത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.